ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഗംഗാധരൻ ഭാസ്കരനോട് പറയുന്നു, മരിക്കുന്നതിന് മുമ്പേ ഒരൊറ്റ കാര്യമേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. കെട്ടിയ പെണ്ണിനെ കൊന്ന് ജയിലിൽ പോയി കുടുംബത്തെ അപമാനപ്പെടുത്തിയ നിനക്ക് ആ വീട് തരരുതെന്ന്. ചത്താലും ഞാൻ നിനക്ക് തരില്ല, നീ നോക്കിക്കോ. ഭാസ്കരൻ ചോദിക്കുന്നോ, അങ്ങനെയാണോ? അപ്പോൾ ലളിത പറയുകയാണ്, അങ്ങനെ തന്നെയാ. വേഗം നിങ്ങളുടെ പിള്ളേരെയും കൂട്ടി അവിടെ ഇറങ്ങി പോകാൻ നോക്ക്. അല്ലെങ്കിൽ ഒരു ദിവസം പോലീസുമായിട്ട് വന്ന് എല്ലാത്തിനെയും വലിച്ചിറക്കും. അവിടുന്ന് പോയാൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് നല്ലതാ. ഒന്നുമില്ലെങ്കിലും കൊലപാതകിയുടെ കുടുംബക്കാരെന്നുള്ള പേര് നാട്ടുകാരെങ്കിലും മറക്കുമല്ലോ. ഗംഗാധരൻ പറയുന്നു, ദേ നോക്ക്, ആ വീട് സ്വന്തമാക്കാവുന്നേ നീ ഒരു കാലത്ത് വിചാരിക്കണ്ട. അതിൽ നിനക്കൊരു അവകാശവും ഇല്ല. ഇറങ്ങിപ്പോടാ. വലിയ ന്യായം പറയാൻ വന്നിരിക്കുന്നു. ഭാസ്കരൻ പറയുകയാണ്, ന്യായം പറയാനല്ലടാ, നിങ്ങളെ രണ്ടിടത്തിലേക്കും തീർക്കാനാ ഞാൻ വന്നത്. നിങ്ങൾ രണ്ടുപേരും ജീവനോടെ ഉള്ളിടത്തോളം കാലം എന്റെ പിള്ളേർക്ക് സ്വസ്ഥതയോടെ ജീവിക്കാൻ പറ്റത്തില്ല. നാവ് എടുത്ത് വളച്ചാൽ ഭാര്യയെ കൊന്നവനെന്ന് കേട്ട് മടുത്തു. ഇന്നത്തോടെ ഞാൻ ഒന്നുറപ്പിച്ചു, ഭാസ്കരൻ ഇനിയും കൂടപ്പിറപ്പുകളെ കൊന്നവനെന്ന് അറിയപ്പെട്ടാ മതിയടാ. ചേട്ടനെയും പെങ്ങളെയും വെട്ടി കൊന്നിട്ട് ജയിലിൽ പോയവനെന്ന് പറഞ്ഞാ മതി നാട്ടുകാര്. ഇന്നത്തോടെ നിന്റെയൊക്കെ കേസ് കെട്ടി ഞാൻ തീർക്കുവാടാ. അങ്ങനെ ഭാസ്കരൻ പുറത്തേക്ക് ഓടിപ്പോകുമ്പോൾ ഭയത്തോടുകൂടി ലളിത പറയുന്നു, അയ്യോ വാ ചേട്ടാ, കേറ് ചേട്ടാ, അയാൾക്ക് ഭ്രാന്തായെന്നാ തോന്നുന്നത്. അങ്ങനെ ഗംഗാധരനെ വീടിനകത്തേക്ക് കയറ്റി വാതിലടച്ച് കുറ്റിയിടുകയാണ് ലളിത. ഒരു തടി കഷ്ണവുമായി അവിടേക്ക് വന്ന ഭാസ്കരൻ പറയുന്നു, എടാ ആണാണെങ്കിൽ ഇറങ്ങി വാടാ, ഒളിച്ചിരിക്കുകയാണോടാ? പെങ്ങളെയും കൂട്ടി നീ വീട്ടിൽ വന്ന് ബഹളം വെച്ചില്ലേ? ഞാൻ ദാ വന്നിരിക്കുന്നു ഇപ്പോൾ. എടി ലളിതേ, കൂടെ പിറന്ന വിഷപ്പാമ്പേ, ഇറങ്ങി വാടി. അതെന്റെ വീടാ, എനിക്ക് കിട്ടിയ പറമ്പ്. അതിന് അവകാശം എന്റെ 4 പിള്ളേർക്ക് മാത്രമാ. അതില് കൈയിട്ട് വരാൻ വന്നാൽ എടി മൂദേവി, എടാ നാണം കെട്ടവനെ, വാടാ, ഇറങ്ങി വാടാ രണ്ടാളും. ഇത് കിട്ടി ദേഷ്യത്തോടു കൂടി ഇവനെ ഞാനെന്തെന്ന് പറഞ്ഞ് ലളിത വാതിൽ തുറക്കാനായി തുടങ്ങുമ്പോൾ ഗംഗാധരൻ തടയുകയാണ്. ലളിത പറയുന്നു, വീടേട്ടാ, ഇവനെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? ഗംഗാധരൻ പറയുന്നു, അവൻ കുടിച്ചിട്ടാ വന്നിരിക്കുന്നത്, എന്തും പറയും, നമ്മള് നാണം കെടും. ഭാസ്കരൻ പറയുന്നു, എടാ നീ നിന്റെ പുന്നാര പെങ്ങളും കൂടി അവിടെ വന്ന് ബഹളം വെച്ചപ്പോഴേ ഞാൻ മിണ്ടാതെ പോകുന്നത് നിന്നെയൊന്നും പേടിച്ചിട്ടില്ല. എന്റെ പിള്ളേരുടെ മുന്നിൽ വെച്ച് ഒന്നും ചെയ്യരുതെന്ന് കരുതിയിട്ടാ. എന്നിട്ട് വന്നപ്പോൾ നിങ്ങൾ രണ്ടും മകത്ത് കയറി ഒളിച്ചിരിക്കുക. വന്നില്ലെങ്കിൽ ചവിട്ടി പൊളിക്കണോ ഞാൻ? ഗംഗാധരൻ പറയുന്നു, എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, നീ മിണ്ടാതിരിക്കുക. ഭാസ്കരൻ പറയുന്നു, ചോദിക്കാനും പറയാനും എന്റെ പിള്ളേർക്ക് ആരും ഇല്ലെന്ന് നീ വിചാരിക്കണ്ട. കൊലപാതകയാണെങ്കിലും കൊള്ളക്കാരനാണെങ്കിലും അച്ഛനെന്ന പേരിൽ ഞാൻ ഒരുത്തൻ ഇവിടെ ഉണ്ടടാ. ഞാൻ ഒരുത്തൻ ഉള്ളിടത്തോളം നീയെന്നല്ല ഒരാളും അവരെ ഇറക്കി വിടാൻ അങ്ങോട്ട് വരത്തില്ല. ഓർമ്മ വെച്ചോ. വീട് വേണോ അത്രേ? ഇനി അതും പറഞ്ഞ് അങ്ങോട്ട് വന്നാൽ തീർക്കും ഞാൻ. ഒരിക്കൽ കൂടി ജയിലിൽ പോകാൻ ഭാസ്കരന് മടിയൊന്നുമില്ല. കേട്ടോടാ, വീട് വേണോ അത്രേ? കേറി ഒളിച്ചിരിക്കുന്നു. ലളിത വാതിൽ തുറക്കാനായി തുടങ്ങുമ്പോൾ ഗംഗാധരൻ പറയുന്നു, വേണ്ട. അപ്പോൾ ലളിത പറയുകയാണ്, ഏട്ടനൊന്ന് അടങ്ങ്, ഞാൻ നോക്കിക്കോടാം. അയാള് പോയെന്ന് തോന്നുന്നു. അങ്ങനെ പതിയെ വാതിൽ തുറന്ന് ഒളിഞ്ഞു നോക്കുകയാണ് ലളിത. സൈക്കിളിന്റെ അരികിലേക്ക് വന്ന ഭാസ്കരൻ ഇത് കണ്ട്, എടി നിന്നെ ഇന്നെന്ന് പറഞ്ഞ ഒരു കല്ലെടുത്ത് ലളിതയുടെ നേരെ എറിയുകയാണ്. പെട്ടെന്ന് ലളിത വാതിലടയ്ക്കുന്നു. ഭാസ്കരൻ പറയുന്നു, അതാണ്, ആ പേടി ഉണ്ടാകണം. എല്ലാവരോടും കളിക്കുന്നത് പോലെ ഭാസ്കരനോട് കളിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിക്കോണം. അങ്ങനെ ഭാസ്കരൻ അവിടെ നിന്ന് പോവുകയാണ്. പതിയെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ലളിത പറയുന്നു, പോയി നാശം പിടിച്ചവൻ. പിന്നീട് കാണിക്കുന്നത് ഫുഡ് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് സൂര്യയും അരുണും ലക്ഷ്മിയും സാന്ദ്രയും നിധിയും. സൂര്യ പറയുന്നു, എനിക്കിപ്പോൾ ഈ സൗത്ത് ഇന്ത്യൻ ഫുഡ് അലർജി ആയി തുടങ്ങി. കുറെ പൊട്ടറ്റോ ബോയിൽ ചെയ്ത് മാവിന്റെ നടുക്കിട്ട് എന്താ അതിന് പറയുന്നത്, മസാല ദോശയോ? ലക്ഷ്മി പറയുന്നു, ഓസ്ട്രേലിയൻ ഫുഡ് കഴിച്ച് ഇവന് ഇതൊന്നും പറ്റാതായി. ഇനി കുറെ കഴിയുമ്പോൾ നിധി ഇങ്ങനെ പറയും അല്ലേ മോളെ? സൂര്യ പറയുന്നു, ഇനി ഞാൻ ഡ്രൈവ് ചെയ്യാം. അരുൺ പറയുകയാണ്, പിന്നെന്താ, പ്ലീസ്, താങ്ക് യു എന്ന് പറഞ്ഞ് സൂര്യ കീ വാങ്ങുമ്പോൾ ലക്ഷ്മി പറയുന്നു, കല്യാണം കഴിഞ്ഞാൽ തനിക്ക് കുറെ വിരുന്നൊക്കെ പോകേണ്ടതല്ലേ, ഇവിടുത്തെ റോഡൊക്കെ ശീലമാകുന്നത് നല്ലതാ. പിന്നീട് കാണിക്കുന്നത് സുധീഷിന്റെ ടാക്സിയിൽ കയറിയ ഒരു പെൺകുട്ടിയെ കണ്ണാടിയിലൂടെ നോക്കുകയാണ് സുധീഷ്. ആ പെൺകുട്ടി എന്താണെന്ന് ചോദിക്കും. സുധീഷ് ചോദിക്കുന്നു, അല്ല ഇതിനു മുമ്പ് ഈ വണ്ടിയിൽ കയറിയിട്ടുണ്ടോ? നല്ല കണ്ടുപരിചയമുണ്ടേ. അവർ പറയുന്നു, അതെയോ, എന്നാൽ ഒരു 100 മീറ്റർ മുന്നോട്ട് കൊണ്ടുപോയി നിർത്തിയാ മതി. സുധി അങ്കിളിന്റെ വണ്ടിയിലായി ഇന്നും വന്നതെന്ന് ഞാൻ മോളോട് പറഞ്ഞോളാം. സുധീഷ് പറയുന്നു, ഓ കഴിഞ്ഞ മണ്ടേ, ഞാൻ മറന്നു. ഇത് കേട്ട് പുഞ്ചിരിച്ച് കാറ് നിർത്തുമ്പോൾ ആ പെൺകുട്ടി പറയുന്നു, എന്നാ ശരി. അങ്ങനെ അവർ കാറിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ചമ്മലോടുകൂടി ഇരിക്കുകയാണ് സുധീഷ്. തുടർന്ന് സൂര്യ ഓടിക്കുന്ന കാറും സുധീഷിന്റെ കാറും കൂടി കൂട്ടിയിടിക്കുകയാണ്. ദേഷ്യത്തോടു കൂടി കാറിൽ നിന്ന് ഇറങ്ങി സൂര്യ ചോദിക്കുന്നു, എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്? സുധീഷും കാറിൽ നിന്നും ഇറങ്ങി ദേഷ്യത്തോടു കൂടി അവരുടെ അരികിലേക്ക് വരികയാണ്. ടെൻഷനോട് കൂടി ഇരിക്കുന്ന നിധിയോട് ലക്ഷ്മി പറയുന്നു, പേടിക്കണ്ട പോളെ, ദേഷ്യം വന്നാൽ അവന്റെ വായിന്ന് ചീത്ത വാക്കുകളെ വരും, ഭാഗ്യത്തിന് ഇംഗ്ലീഷിലെ പറയുമെന്ന് മാത്രം. സുധീഷ് ചോദിക്കുന്നു, താനല്ലേടോ റോങ് കയറി വന്നത്? ഷട്ടിൽ കുത്തിപ്പിടിച്ച് സൂര്യ ചോദിക്കുന്നു, ഓഹോ, വണ്ടി എതിരെ കൊണ്ടുവന്ന് ഇടിച്ചിട്ട് വർത്താനം പറയുന്നോടാ? സുധീഷ് പറയുന്നു, കൈ എടുക്കടോ, ഇല്ലെങ്കിലെന്ന് സൂര്യ ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഷർട്ടിന്ന് വിടാൻ. സൂര്യ വേണ്ടെന്ന് പറഞ്ഞ് അരുൺ സൂര്യയെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ്. ലക്ഷ്മി പറയുന്നു, ഇവിടെ ഉള്ളവന്മാർക്ക് വണ്ടി ഓടിക്കുന്നതിൽ ഒരു മര്യാദയില്ല, കണ്ടില്ലേ വന്ന് കയറിയത്? ഈ ഒറ്റ കാരണം കൊണ്ടാ സൂര്യക്ക് ഈ നാടേ പറ്റാത്തത്. നിധി പറയുന്നു, തെറ്റായിട്ട് വണ്ടി ഓടിച്ചത് ആ ഡ്രൈവർ അല്ല. നീ മിണ്ടാതിരിക്കുന്നത് സാന്ദ്ര പറയുമ്പോൾ നിധി പറയുകയാണ്, ഞാൻ കണ്ടതാ എടുത്തി വന്നേ. ലക്ഷ്മി ചോദിക്കുന്നു, മോളെങ്ങോട്ടാ? നീ ഇവിടെ ഇരുന്നാ മതി, ഇത്തരം കാര്യങ്ങളൊക്കെ ആണുങ്ങൾ സംസാരിച്ച് തീർത്തോളൂ. അരുൺ പറയുന്നു, വിട് സൂര്യ, എന്തുണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാം. സുധീഷ് പറയുന്നു, ഞാൻ എന്ത് ചെയ്തെന്ന്? ഞാൻ കറക്റ്റ് ലൈനിലാ വന്നത്, തെറ്റ് എന്റെ ഭാഗത്തൊന്നുമല്ല. സൂര്യ ചോദിക്കുന്നു, പിന്നെ തെറ്റ് എന്റെ ഭാഗത്താണോ? എന്റെ ഭാഗത്താണോന്ന് വിരൽ ചൂണ്ടി സുധീഷ് പറയുന്നു, ദേ വെറുതെ വെക്കിട്ടുകാരൻ വരല്ലേ, പറഞ്ഞേക്കാം. സൂര്യ ചോദിക്കുന്നു, വന്ന നീ എന്ത്
ചെയ്യോടാ? അരുൺ പറയുകയാണ്, സൂര്യ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. സുധീഷ് പറയുന്നു, ദേ നിങ്ങളാണ് വന്ന് തട്ടിയത്. ഇത് വെറുതെ വെടക്കാക്കാൻ നിൽക്കരുതേ. അല്ലേ മനുഷ്യനൊന്ന് താന്നു തന്നപ്പോൾ ദേഹത്ത് കയറി ഓവറാക്കാൻ നിൽക്കുകയാണോ? ഞങ്ങളൊന്ന് ഇറങ്ങി നോക്കാന്ന് പറഞ്ഞ് നിധിയെയും കൂട്ടി കാറിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് സാന്ദ്ര. സൂര്യ ചോദിക്കുന്നു, ഓവറാക്കിയാ നീ എന്ത് ചെയ്യോടാ? അപ്പോൾ സാന്ദ്ര പറയുന്നു, വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കല്ലേ. സുധീഷ് ചോദിക്കാണ്, ആരാ മേഡം ഇഷ്യൂ ഉണ്ടാക്കിയത്? ദേ ഇത് കണ്ടില്ലേ, ഇങ്ങോട്ട് കയറി ഇടിക്കാൻ വന്നതാ. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ പിന്നെ ഓണറിനോട് ഞാൻ എന്ത് സമാധാനം പറയും? അരുൺ പറയുന്നു, മതി നമുക്ക് സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ബ്രോ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? കാശാണോ? അങ്ങനെ അരുൺ കാശ് എടുത്ത് കൊടുക്കാനായി തുടങ്ങുമ്പോൾ സൂര്യ പറയുന്നു, ഏയ് നോ നോ നോ, അരുൺ എന്തായി കാണിക്കുന്നത്? അരുൺ പറയുകയാണ്, സൂര്യ സാരമില്ല സൂര്യ. അപ്പോൾ സൂര്യ ചോദിക്കാണ്, ഇവനൊക്കെ എന്തിനാ നമ്മൾ പണം കൊടുക്കണം? ഇതാണ് ഇവരുടെ സ്ഥിരം പണി, റോഡിൽ അടി ഉണ്ടാക്കി പണം പിരിക്കുക. സുധീഷ് ചോദിക്കുന്നു, അത് ശരി. എടോ താൻ കണ്ടിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ പണം പിരിക്കുന്നത്? ദേ സൂക്ഷിച്ച് സംസാരിക്കണം. തെറ്റായ വഴിയിൽ വന്നതും പോരാ വഴിയും പറയുന്നു. എന്നാ താൻ ഇവിടുന്ന് പോകുന്നത് എനിക്കൊന്ന് കാണണം. സൂര്യ പറയുന്നു, എന്നാ കാണാവടാ. അരുൺ പറയുന്നു, നിങ്ങളൊന്ന് കാറിൽ കയറിയിരുന്നേ. നിധി പറയുകയാണ്, തെറ്റ് നമ്മുടെ വണ്ടിയുടെ ഭാഗത്തല്ലേ ഏട്ടാ. ഇത് കേട്ട് സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. നിധിയും സുധീഷിനെ നോക്കുന്നു. അരുൺ പറയുന്നു, ഞാൻ സംസാരിച്ചോളാം, നീ ഒന്ന് ആ വണ്ടിയിൽ കയറിയിരിക്കെ. സൂര്യ പറയുന്നു, നിന്നെയൊക്കെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചാലേ നേരെയാകൂ. അപ്പോൾ സുധീഷ് പറയുകയാണ്, വിളിക്ക്, വേഗം പോലീസിനെ വിളിക്ക്. സൂര്യ ചോദിക്കുന്നു, നീ എന്റെ വണ്ടിയിൽ വന്നിടിച്ചിട്ട് എന്നോട് പണം വാങ്ങാൻ നോക്കുന്നു? നിന്നെ പോലെയുള്ള അലവലാദികളെയൊക്കെ എന്ത് ചെയ്യണമെന്നാ പോലീസ് തീരുമാനിക്കട്ടെ. വിരൽ ചൂണ്ടി സുധീഷ് പറയുന്നു, ദേ ഇതുവരെയും തന്റെ തെറി ഞാൻ സഹിച്ചു, ഇനി ഒരു വാക്ക് പറഞ്ഞാൽ അടിച്ചു പല്ല് ഞാൻ താഴെയിടും. സൂര്യ ചോദിക്കുന്നു, എന്താടാ? അടിക്കടാ. സുധീഷ് പറയുന്നു, വാടോ. അപ്പോൾ സൂര്യ പറയുകയാണ്, അടിക്കടാ. സുധീഷ് ദേഷ്യത്തോടു കൂടി സൂര്യയെ തള്ളി മാറ്റുകയാണ്. വേണ്ട സൂര്യ എന്ന് പറഞ്ഞ് കയ്യിൽ കയറി പിടിക്കുകയാണ് അരുൺ. വെറുതെ വഴക്കുണ്ടാക്കരുത്, നമുക്കിത് കോംപ്രമൈസ് ചെയ്യാമെന്ന് അരുൺ പറയുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, സർ സാറിന്റെ കൂടെ ഉള്ളവന്റെ നെഗളിപ്പ് കണ്ട് ഞാൻ പിന്നെ വെറുതെ ഇരിക്കണോ? സൂര്യ പറയുന്നു, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. സുധീഷ് പറയുകയാണ്, മര്യാദയ്ക്ക് റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ അറിയാത്തവനാണെന്ന് മനസ്സിലായി, അതിൽ കൂടുതൽ അറിയണമെന്നില്ല. സൂര്യ പറയുകയാണ്, കണ്ടില്ലേ ഇവന്റെ അഹങ്കാരം കണ്ടില്ലേ, ഇവനോട് ഞാൻ കോംപ്രമൈസ് ആകണോ? നിധി പറയുന്നു, അയാൾ പറഞ്ഞതാ ശരി, ലൈൻ തെറ്റിച്ച് വണ്ടി ഓടിച്ചത് നിങ്ങളാ. സാന്ദ്ര ടെൻഷനോട് കൂടി നിധിന്ന് വിളിക്കുമ്പോൾ നിധി പറയുന്നു, ഞാൻ കറക്റ്റ് അല്ലേ പറഞ്ഞത്? ഏട്ടൻ ഉറങ്ങുമായിരുന്നു, ഞാൻ കണ്ടതാ. അയാൾ ശരിക്കുള്ള ഡയറക്ഷനിലായിരുന്നു. നമ്മൾ തെറ്റ് ചെയ്തിട്ട് ബഹളം വെച്ചിട്ട് എന്ത് ചെയ്യാനാ? സുധീഷ് പറയുന്നു, അതെ അതാണ് കറക്റ്റ്. കണ്ടില്ലേ സാറേ, നിങ്ങളുടെ കൂടെ വന്ന ആ കുട്ടി തന്നെ എന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞത് കേട്ടില്ലേ? ഇയാളുടെ തെറ്റിന് വെറുതെ മെക്കിട്ട് കയറുകയാണെന്നേ. അരുൺ പറയുന്നു, നിധി നീ ചെന്ന വണ്ടിയിൽ കയറ്. അപ്പോൾ സുധീഷ് പറയുകയാണ്, അവര് ന്യായം പറയുന്നതല്ലേ, അവരിവിടെ നിൽക്കട്ടെ എന്ന്. അരുൺ പറയുന്നു, നിധി നീ ഒന്ന് കാറി കയറിക്കേ. നിധി കയറെന്ന് പറഞ്ഞ സാന്ദ്ര നിധിയെ കാറിലേക്ക് കയറ്റുകയാണ്. സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. നിധിയും സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. നിധിയും സാന്ദ്രയും കാറിലേക്ക് കയറിയിരിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, ഇപ്പൊ എന്ത് പറയുന്നു സാറേ? സൂര്യ ചോദിക്കുന്നു, അവള് പറയുന്നത് കേട്ടിട്ടാണോ? അവള് പറയുന്നതാണോ ശരി? വണ്ടി ഓടിച്ചത് ഞാൻ പറയുന്നതാണ് ശരി. സുധീഷ് പറയുന്നു, ഓ സമ്മതിച്ചു, നിങ്ങൾ മാത്രമാണ് ശരി, ഞാനാണ് തെറ്റുകാരൻ, പോരെ? അരുൺ പറയുന്നു, എടോ ഈ കാശ് കൈ വെച്ചോളൂ. അരുണിനെ തടയാൻ ശ്രമിച്ചുകൊണ്ട് സൂര്യ പറയുകയാണ്, അരുൺ എന്താ ഇത്? അപ്പോൾ അരുൺ പറയുകയാണ്, സാരമില്ല സൂര്യ. സുധീഷ് പറയുന്നു, ദേ കാശൊന്നും എനിക്ക് വേണ്ട, ഞാൻ ചോദിച്ചില്ലല്ലോ. തെറ്റ് ചെയ്തിട്ട് കാശ് ചോദിക്കുന്നത് അതിലും വലിയ തെറ്റല്ലേ സാറേ? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് സൂര്യ പറയുന്നു, അങ്ങനെ സമ്മതിക്കടാ, അങ്ങനെ സമ്മതിക്ക്. കൈകൂപ്പി സുധീഷ് പറയുന്നു, ഓ സമ്മതിച്ചു, സാറ് പോകാൻ നോക്ക്, നല്ല വെയിലല്ലേ, വെറുതെ നിന്ന് വിയർക്കണ്ട, ചെല്ല് സാറേ. വാ സൂര്യ എന്ന് പറഞ്ഞ് സൂര്യയെ പിടിച്ച് കാറിലേക്ക് കയറ്റുകയാണ് അരുൺ. അരുണും കാറിലേക്ക് കയറുമ്പോൾ സുധീഷ് പറയുന്നു, ദേ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോണേ. സൂര്യ ചോദിക്കുന്നു, ഇപ്പൊ എന്താ ഉണ്ടായതെന്ന് മമ്മി കണ്ടോ? വണ്ടി ഇടിച്ചത് എന്റെ തെറ്റുകൊണ്ടാണെന്ന്. ലക്ഷ്മി ചോദിക്കുന്നു, ഭഗവാനെ നിനക്കെങ്ങനെ തെറ്റുപറ്റും? സൂര്യ ചോദിക്കുന്നു, എന്താ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ നിധി പറയുകയാണ്, തെറ്റായിട്ട് വണ്ടി ഓടിച്ചതുകൊണ്ട്. അരുൺ പറയുന്നു, നീ ഒന്നും മിണ്ടാതിരിക്കും നിധി. ലക്ഷ്മി പറയുകയാണ്, എന്റെ മോനെ ഫോറിനിൽ കാർ ഓടിക്കുന്നവനാ, അവിടെ ലൈസൻസ് കിട്ടാനുള്ള പാടറിയുമോ? അവൻ ഒരിക്കലും തെറ്റായിട്ട് വണ്ടി ഓടിക്കില്ല. അരുൺ പറയുന്നു, സൂര്യ താൻ വണ്ടി എടുക്ക്. അപ്പോൾ സൂര്യ പറയുകയാണ്, എനിക്കെങ്ങും വയ്യ. അരുൺ പറയുന്നു, എന്നാ ഞാൻ എടുക്കാം, എന്തേലും ചെയ്യുന്നു പറഞ്ഞ സൂര്യ കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. അരുൺ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കാർ പിന്നോട്ടേക്ക് എടുക്കുമ്പോൾ പുഞ്ചിരിച്ച് നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ് സുധീഷ്. നിധിയും തിരിഞ്ഞ് സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. പുഞ്ചിരിച്ച് ആലോചിച്ച് സുധീഷ് കാറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് വന്ന സൂര്യ ദേഷ്യത്തോടു കൂടി അകത്തേക്ക് കയറി പോവുകയാണ്. പിന്നാലെ വരുന്ന ലക്ഷ്മി പറയുന്നു, സൂര്യ നിക്ക്, കണ്ടില്ലേ അവൻ ദേഷ്യപ്പെട്ടിട്ടാ കയറി പോയത്. അങ്ങനെ ലക്ഷ്മിയെ സൂര്യയുടെ പിന്നാലെ പോവുകയാണ്. അരുൺ പറയുകയാണ്, നിനക്കൊന്ന് മിണ്ടാതിരുന്നാ മതിയായിരുന്നു, വാ. അങ്ങനെ അരുൺ അകത്തേക്ക് പോകുമ്പോൾ നിധിയുടെ കയ്യിൽ പിടിച്ച് സാന്ദ്ര പറയുന്നു, വാ, ഇവിടെ അകത്തേക്ക് വിളിക്കാനും കൂട്ടിക്കൊണ്ടു പോകാനും ആരും ഉണ്ടാകുമെന്ന് തോന്നില്ല. അങ്ങനെ അവരും അകത്തേക്ക് പോവുകയാണ്. സൂര്യയുടെ അരികിലേക്ക് വന്ന ലക്ഷ്മി പറയുന്നു, സൂര്യ ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് ദേഷ്യപ്പെട്ടാലോ മോനെ? സൂര്യ പറയുന്നു, ദേ അമ്മ വേണ്ട. അരുണും സാന്ദ്രയും നിധിയും അവിടേക്ക് വരികയാണ്. അരുൺ പറയുന്നു, സൂര്യ സോറി, അവള് കുട്ടിയല്ലേ, ഒന്നും ഉള്ളിൽ വെച്ച് പറഞ്ഞതാകില്ല. സൂര്യ ചോദിക്കുന്നു, ഞാനാണ് തെറ്റ് ചെയ്തതെന്ന് നീ പറയാൻ കാരണം എന്താ? ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ആ ഡ്രൈവറിന് വേണ്ടി നീ എന്തിനാ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തിയത്? ലക്ഷ്മി പറയുന്നു, അതെ, മോൾക്ക് മിണ്ടാതിരുന്നാ മതിയായിരുന്നല്ലോ. അരുൺ പറയുന്നു, അവൾ അറിയാതെ പറഞ്ഞു പോയതാകും. സൂര്യ പറയുന്നു, ആ ലോക്കൽ ഡ്രൈവറിന്റെ മുന്നിൽ വെച്ചാണ് ഞാനാണ് തെറ്റുകാരനെന്ന് നീ വിളിച്ചു കൂവിയത്. എനിക്ക് എങ്ങനെ തെറ്റ് പറ്റാനാ? നോവേ, ഞാൻ അങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളല്ല, ശരി മാത്രം ചെയ്യുന്ന ഒരാൾ. നിധി പറയുന്നു, അത് നിങ്ങൾ മുഴുവൻ തെറ്റാണെന്നല്ല പറഞ്ഞത്, കാർ ഓടിച്ചത് അത്ര ശരിയായില്ലെന്ന്. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി അവിടെ വന്ന് എഴുന്നേറ്റ് സൂര്യ പറയുന്നു, ഇത് കണ്ടില്ല അമ്മേ, ഇവളെന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? അരുൺ പറയുന്നു, നിധി നീ ഒന്നും മിണ്ടാതിരിക്കും.
മിണ്ടാതിരിക്കുക. നിധി ചോദിക്കുന്നു അതിന് ഞാൻ എന്താ? ലക്ഷ്മി പറയുകയാണ് പബ്ലിക് പ്ലേസിൽ വെച്ച് അവൻ ആ ഡ്രൈവറിന്റെ മുന്നിൽ നാണം കെട്ടേന്റെ ദേഷ്യ. മോളൊന്നും മിണ്ടാതിരിക്കുക. സൂര്യ ഈ കുട്ടി അറിയാതെ പറഞ്ഞു പോയതാ, നീ ഒരു തവണത്തേക്ക് ക്ഷമിക്ക്. അരുൺ പറയുന്നു അതെ, ഇനിയിപ്പോൾ സൂര്യക്ക് വിഷമമായെങ്കിൽ ഞാൻ അവൾക്ക് വേണ്ടി സോറി പറയാം. അരികിലേക്ക് ചെന്ന് സൂര്യ പറയുന്നു നോക്ക് നിധി, ഇൻ കേസ് ഞാൻ തെറ്റ് ചെയ്താൽ പോലും പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് അത് വിളിച്ചു പറയാൻ നിൽക്കരുത്. ഒരു വൈഫിന് വേണ്ട പ്രധാന ക്വാളിറ്റി അതാണ്, അത് നീ മനസ്സിലാക്കിക്കോ. ഇത് കിട്ടി നിധി അരുണിനെ നോക്കുമ്പോൾ അരുൺ പറയുന്നു അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ലക്ഷ്മി പറയുന്നു ശരി ശരി, നിങ്ങളുടെ മുറി മുകളിലേക്ക് ചെല്ലും. ഇത് കേട്ട് നിധിയെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ് അരുണും സാന്ദ്രയും. ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന സൂര്യയോട് ലക്ഷ്മി പറയുന്നു സൂര്യ നീ ഇവിടെ കുറച്ചു നേരം ഇരിക്കുക. അത് മനസ്സിന്ന് കള സൂര്യ ടെൻഷനോട് കൂടി അവിടേക്ക് ഇരിക്കുമ്പോൾ ലക്ഷ്മി സൂര്യ എന്ന് വിളിക്കുകയാണ്. അമ്മയെന്ന് വിളിച്ച ഒന്നും പറയണ്ടെന്ന് കൈകൊണ്ട് കാണിക്കുകയാണ് സൂര്യ. ലക്ഷ്മിയും അകത്തേക്ക് പോകുന്നു. തുടർന്ന് നിധിയുടെ അരികിലേക്ക് വരികയാണ് അരുണും സാന്ദ്രയും. അരുൺ പറയുന്നു സാന്ദ്ര നീ ആ വാതിലൊന്ന് അടച്ചേ. സാന്ദ്ര വാതിലടയ്ക്കുമ്പോൾ അരുൺ ചോദിക്കുന്നു കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ വന്നതല്ലേ നമ്മള്, വെറുതെ എന്തിനാ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? നിധി ചോദിക്കുന്നു ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്ന് അരുണേട്ടാ? സാന്ദ്ര ചോദിക്കുന്നു ഇത്രയും ചെറിയൊരു കാര്യത്തിന് അവൻ എന്തിനാ ഇങ്ങനെ ഡ്രാമ കളിക്കുന്നത്? അതേന്ന് നിധി പറയുമ്പോൾ അരുൺ പറയുകയാണ് സാന്ദ്രെ നീ ഒന്നും മിണ്ടാതിരുന്നേ. ഇവരുടെ കല്യാണം ഉറപ്പിച്ച ശേഷം ആദ്യമായിട്ട് പുറത്തേക്ക് വന്നതാണ് നമ്മള്. ശരി, സൂര്യ തെറ്റായിട്ടാണ് വണ്ടി ഓടിച്ചതെന്ന് തന്നെ കരുത്. വഴിയെ പോയ ഏതോ ഒരുത്തിന് വേണ്ടി ഇവൾ എന്തിനാണ് സൂര്യ ഇൻസൾട്ട് ചെയ്യാൻ പോയത്? നിധി ചോദിക്കുന്നു സത്യം പറഞ്ഞാൽ ഇൻസൾട്ട് ആകുന്നത് എങ്ങനെയായിട്ടാ? അരുൺ പറയുകയാണ് നീ ആദ്യം ഒന്ന് പതുക്കെ സംസാരിക്കും. നമ്മളിപ്പോ നിൽക്കുന്നത് അയാളുടെ വീട്ടിലാ. നിധി പറയുകയാണ് എന്ത് കാര്യത്തിനാണ് നമ്മൾ ഇവിടെ വന്നതെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ നമുക്ക് താമസിക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ തന്നെ പോയി വരാൻ അത്ര ദൂരമൊന്നും ഇല്ലല്ലോ. അരുൺ പറയുന്നു നിധി നിനക്കും സൂര്യക്കും തമ്മിൽ ഒന്ന് അടുത്ത് പരിചയപ്പെടാൻ കൂടി വേണ്ടിയല്ലേ? നിധി പറയുന്നു എനിക്ക് അയാളെ ഇഷ്ടമായിട്ടില്ല, തുടക്കം മുതലേ ഇഷ്ടമായിട്ടില്ല, ഇന്നത്തോടെ അത് പൂർത്തിയായി. അരുൺ പറയുന്നു ഒരാളെ ഇഷ്ടപ്പെടില്ല എന്ന് വാശിയോടുകൂടി തീരുമാനിച്ചാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. നീ ആദ്യം ആ വാശിയൊന്ന് ഒഴിവാക്കാൻ നോക്ക്, പതിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. നിങ്ങൾ തൽക്കാലം ഇവിടെ ഇരിക്കുന്നു പറഞ്ഞ അരുൺ അവിടെ നിന്ന് പോവുകയാണ്. നിധിയെ സമാധാനിപ്പിക്കാനായി ശ്രമിക്കുകയാണ് സാന്ദ്ര. പിന്നീട് കാണിക്കുന്നത് ഫോണിൽ നോക്കി സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സുധീഷിനെ ശ്രദ്ധിക്കുകയാണ് നികേഷ്. അരികിലേക്ക് ചെന്നിരുന്ന നികേഷ് ചോദിക്കുന്നു എന്താണ് ഒരു കള്ളത്തരം? സുധീഷ് ചോദിക്കുന്നു എന്തോന്ന്? അപ്പോൾ നികേഷ് ചോദിക്കാണ് പിന്നെന്തിനാ എന്നെ കണ്ടപ്പോൾ ഫോൺ മാറ്റി പിടിച്ചത്? അടുക്കളയിൽ ജോലി ചെയ്യുന്ന സുഭാഷ് അവരെ ശ്രദ്ധിക്കുകയാണ്. സുധീഷ് പറയുന്നു ഒന്നുമില്ലടാ. എടാ ഇന്നൊരു സംഭവം ഉണ്ടായി. നികേഷ് പറയുകയാണ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഓരോ സംഭവം ഉണ്ടാകുന്നുണ്ടല്ലോ, ഇത്തവണയും പെണ്ണു വിഷയം തന്നെ ആയിരിക്കും അല്ലേ? സുധീഷ് പറയുന്നു നീ കറക്റ്റായി കണ്ടുപിടിച്ചു. നികേഷ് പറയുകയാണ് മാറ്റി പറയാൻ നിങ്ങൾ വേറെ ഓപ്ഷൻ തരണ്ടേ എനിക്ക്? അടുക്കളയിൽ നിന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്ന സുഭാഷ് ഇത് കേട്ട് ചിരിക്കുകയാണ്. സുധീഷ് പറയുന്നു ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ കൂളായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയായിരുന്നു. ആളെ ഇറക്കി ഞാൻ വളവ് തിരിഞ്ഞ് അങ്ങ് കയറിയതും ഒരുത്തൻ വന്ന് മുന്നിൽ അങ്ങോട്ടോ ഒറ്റ ചവിട്ട്. നികേഷ് ചോദിക്കുന്നു കാറോ? എന്നിട്ട് സുധീഷ് പറയുകയാണ് ഗിയർ ഡൗൺ ചെയ്ത് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. രണ്ട് വണ്ടിയും ഈ മുടിനാരിന്റെ ഗ്യാപ്പില് ഇങ്ങനെ അങ്ങ് വന്ന് നിൽക്കുക. സ്ക്രാച്ച് ആയല്ലേന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് ഏയ് നത്തിങ്, തെറ്റ് അവന്റെ ഭാഗത്തായിരുന്നു. പക്ഷെ വണ്ടി ഇറങ്ങി വന്ന ഞാൻ എന്തോ തെറ്റ് ചെയ്തതുപോലെ അവൻ എന്റെ മെക്കിട്ട് കയറാൻ നോക്കി. ഓരോന്തൻ അവനെ കണ്ടാലുണ്ടല്ലോ ഈ ഇറിറ്റേറ്റഡ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ? നികേഷ് പറയുന്നു അല്ല ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നല്ലേ? സുധീഷ് പറയുകയാണ് തിരക്ക് കൂട്ടല്ലേ, നീ വെയിറ്റ് ചെയ്യ്, ആ എപ്പിസോഡും വരും. കണ്ടാ തന്നെ മുഖം അടച്ചൊരെണ്ണം കൊടുക്കാൻ തോന്നുന്ന ഒരുത്തൻ അവൻ വന്നങ്ങ് ബഹളം തുടങ്ങി. ഞാനപ്പം കാറും തുറന്നങ്ങ് ഇറങ്ങി. നികേഷ് പറയുന്നു ഈ എപ്പിസോഡ് സ്കിപ്പ് ചെയ്, മറ്റേത് വരട്ടെ. സുധീഷ് ചോദിക്കുന്നു ഏത്? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റോ? ഓക്കെ. ഞാൻ അവനോട് തിരിച്ച് ഡയലോഗ് അടിച്ച് നിൽക്കുമ്പോൾ ഡോറും തുറന്ന ഒരു വരവാ. ഡോർ അടച്ച് എന്നെ നോക്കി അവൾ ഒരു വരവുണ്ട്. അടുത്ത് വന്ന് നിന്ന് എന്നെ നോക്കി അവളൊന്ന് ചിരിച്ചു. ആ സമയം എവിടെ നിന്നോ ഒരു കാറ്റ് വന്നു. ആ കാറ്റില് അവളുടെ മുടി പാറി പറന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. സുധീഷ് നിധിയെ കുറിച്ച് നികേഷിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അകത്ത് നിന്ന് സുഭാഷും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയം വീട്ടിലേക്ക് വരികയാണ് സുനുവും നീതുവും. സുധീഷും നികേഷും സുഭാഷും അവിടേക്ക് വരുന്നു. നീതു ചോദിക്കുന്നു ഹരീഷ് എന്താ ഇങ്ങനെ, ഒട്ടും സംസാരിക്കില്ല, എന്തെങ്കിലും ചോദിച്ചാൽ ചാടിക്കടിക്കും. സുധീഷ് ചോദിക്കുന്നു അവനോട് അത്രയ്ക്ക് ഇഷ്ടമാണോ? ഇത് കേട്ട് പുഞ്ചിരിച്ച് നാണത്തോടു കൂടി കുനിങ്ങി നിൽക്കുകയാണ് നീതു. സുനുവും സുധീഷും നികേഷും ചിരിച്ചുകൊണ്ട് നീതുവിനെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യ നിധിയോട് പറയുന്നു ഡ്രൈവ് ചെയ്യാൻ അറിയില്ല, ഒരു പാസ്പോർട്ട് കൂടി എടുത്തിട്ടില്ല, പഠിച്ചതല്ലാതെ പിന്നെ വേറെന്താ ചെയ്തിട്ടുള്ളത്? കല്യാണത്തിന് മുന്നേ നിന്നെ കുറെ മര്യാദ പഠിപ്പിക്കാനുണ്ട്. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നിധി സൂര്യയെ നോക്കുകയാണ്. തുടർന്ന് ബാൽക്കണിയിലേക്ക് വന്ന നിധി പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അവിടേക്ക് കാറിൽ വന്ന സുധീഷ് നിധിയെ കണ്ട് സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. സുധീഷ് മനസ്സിൽ പറയുന്നു മോളെ നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ്. നിധി സുധീഷിനെ ശ്രദ്ധിക്കുന്നേ ഇല്ല. സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.